ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി കണ്ടന്റ് ഒന്നുമല്ല, എല്ലാവരും ചെയ്ത ഒരു നോർമൽ കണ്ടന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഒരു വ്യക്തിക്കെതിരെ സൈബർ ബുള്ളിങ്, കുറേ പേര് അദ്ദേഹത്തിനെ ട്രോളുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയ നടന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എന്തുകൊണ്ടാണ് ഒരാൾ സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തത്, നമ്മൾ എന്തിനാണ് അദ്ദേഹത്തിനെ ട്രോളുന്നത്? ഇനി ആരാണ് വ്യക്തി എന്നുള്ളത് നമുക്ക് നോക്കാം, അതിലോട്ട് കിടക്കാം. ഇയാൾക്കൊരു ഓമനപ്പേരുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഇയാൾ എന്തുകൊണ്ടാണ് ആൾക്കാർ ട്രോളുന്നതെന്ന് കൂടെ നോക്കാം. കാരണം എനിക്ക് എൻ്റെ കാരണം മനസ്സിലായി. കാരണം കുറേ നല്ല പ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു വീഡിയോ കണ്ടു നോക്കാം. ചാവക്കാട് ബീച്ച് ക്ലീനപ്പ് ചെയ്തില്ലേ, അതിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നോക്കാലോ. ഞാൻ സിയ ചാവക്കാട് വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം കടപ്പുറം. ഇത് ഞങ്ങൾ ചാവക്കാട് കടപ്പുറം കേട്ടോ, അടിപൊളിയാണ്. ഒരു നാറി വന്നിട്ട് ഞങ്ങളെ കടപ്പുറത്തിന് വളരെ മോശമായി ചിത്രീകരിച്ചു. ഒരു പച്ചേഷ് നാറി ചെറ്റ, അവൻ വളരെ മോശമായിട്ട് ചാവക്കാട് ബീച്ച് വന്നിട്ട് ഒരാൾ മോശമായിട്ട് ചിത്രീകരിച്ചുണ്ട്. പച്ചേഷ് നാറി ചെറ്റ. അയാൾ അവിടെ വന്ന് വേസ്റ്റ് പെറുക്കി അവിടുത്തെ കാര്യങ്ങൾ ക്ലീൻ ആക്കുമ്പോൾ അത് അദ്ദേഹത്തിനെതിരെ എങ്ങനെ പറയുന്നത്, അത് ശരിയാണ്. അദ്ദേഹം ചെയ്തത് ഒരു നല്ല പ്രവൃത്തിയാണ്. അതിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യും. പറഞ്ഞത് അവന് കേരളമല്ല, ലോകം മുഴുവൻ ക്ലീൻ ആക്കാൻ നടക്കുന്നവന്. ലോകം മുഴുവനും ക്ലീൻ ആക്കാനായിട്ട് ഒരാൾ മുന്നോട്ടിറങ്ങുന്നത് നല്ല കാര്യമല്ലേ? ഈ ലോകം മുഴുവൻ ക്ലീൻ ആക്കാൻ വേണ്ടി ഒരാൾ മുന്നോട്ടിറങ്ങുന്നത് നല്ല കാര്യമാണെന്ന് ഇവിടെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ നല്ല കാര്യം. കാരണം ഒരാൾ ഇറങ്ങുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് കുറേ പേര് മുന്നോട്ട് വരും. അപ്പോൾ എങ്ങനെ അത് മാതൃകയായിട്ട് കുറേ പേര് ഏറ്റെടുക്കുകയും അതൊരു നല്ല കാര്യം തന്നെ, നമുക്ക് സംശയമില്ലാതെ പറയും. പിന്നെ ഇതിനെന്ത് പ്രശ്നം, എന്ത് ആൾക്കാരെന്തിന് ഇദ്ദേഹത്തിനെ കളിയാക്കുന്നത്, അത് എനിക്കിതുവരെ മനസ്സിലായില്ല. നോക്കാം എന്തിനാണ് ചീത്തയായിട്ട് ചിത്രീകരിക്കുന്നത് എനിക്ക് മനസ്സിലാണില്ല. ഇപ്പോൾ ഒരു ട്രെൻഡാണല്ലോ, ഒരാളെ ചുറ്റുമുള്ള നായ്ക്കളെല്ലാം കൂടെ കളിയാക്കുമ്പോഴത്തേക്കും ആക്രമിക്കുമ്പോഴത്തേക്കും അത് കണ്ട് രസിക്കാനും അതിന്റെ പുറകെ വാലെ തൂങ്ങാനും ഭയങ്കര സുഖമാണല്ലോ. അതിന്റെ ഒരു ബാക്കി പത്രമായിരിക്കും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. പറഞ്ഞത് ഇപ്പൊ ഒരാളെ കൂട്ടോട്ട് ആക്രമിക്കുക, നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ട്രോളൊക്കെ കിട്ടുക, അത് സ്വാഭാവികം. അപ്പൊ അതിനെയൊക്കെ പോസിറ്റീവായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക. അതല്ല, മുനിസിപ്പാലിറ്റിയിൽ കുപ്പത്തൊട്ടി വരാൻ നടന്നൂടെ? നല്ല ശമ്പളം കിട്ടില്ലേ? മുനിസിപ്പാലിറ്റിയിൽ കുപ്പത്തൊട്ടി കോരാൻ പോകണോ, അല്ലെങ്കിൽ ഒരു ഡീപ് ക്ലീനിങ് കമ്പനി തുടങ്ങി മുന്നോട്ട് പോകണോ, ഇടയ്ക്ക് ഫ്രീ ആയിട്ട് ക്ലീനപ്പ് ആക്ടിവിറ്റീസ് ചെയ്യണോ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും കഷ്ടപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നില്ല. അതിനുള്ള ഫ്രീഡം ഞാൻ ഒരുത്തനും കൊടുത്തിട്ടുമില്ല, തീരെഴുതി കൊടുത്തിട്ടില്ല. തീരുമാനിക്കുക, അതൊരു നല്ല പോയിന്റാണ്. പുള്ളി പറഞ്ഞതിലും നമ്മൾ യോജിച്ചു കൊടുക്കണം. കാരണം സിറിഞ്ചുകൾ എടുത്തിട്ട് അവൻ ചാവക്കാട് വളരെ മോശമാണ്, ഇവിടെ ഭയങ്കര ഡ്രഗ് അടിക്കുന്ന ആൾക്കാരാണ്. എവിടെയൊക്കെയോ കിടന്ന സിറിഞ്ചുകൾ ഞാൻ പെറുക്കി വേറെ എവിടെയൊക്കെയോ കൊണ്ടിട്ടിട്ടില്ല. ചാവക്കാട് ബീച്ചിൽ പോയി അവിടെ ഞങ്ങളൊന്ന് ചില്ലാൻ പോയപ്പോഴത്തേക്കും കണ്ട സിറിഞ്ചും മെഡിക്കൽ വേസ്റ്റും എല്ലാം പ്രോപ്പറായിട്ട് കളക്ട് ചെയ്ത് കണ്ടെയ്ൻ ചെയ്ത് അവിടുത്തെ അധികാരികളെയാണ് ഏൽപ്പിച്ചത്. പുള്ളിക്കാരൻ പറഞ്ഞത് കാര്യമുണ്ട്. അവിടെ കടന്ന സിറിഞ്ച് കാര്യങ്ങൾ പുള്ളി അവിടെ ചില്ല ചെയ്യുമ്പോൾ കണ്ടപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള അധികാരികളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം, അത് സപ്പോർട്ട് ചെയ്യണം. ഇതിനുവേണ്ടി ആൾക്കാർ ട്രോളുന്നത് എന്താണ് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാമെന്ന് ഇദ്ദേഹത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ പ്രശ്നേഷ് കുമാർ എന്നുണ്ട്, രോഹിത് എന്ന ആളുടെ പേര്. അപ്പോൾ കുറേ കമൻറ്റിലും കാര്യങ്ങൾ പ്രശ്നേഷ് കുമാർ എന്ന് കണ്ടു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കമ്പനിയുണ്ട്, ഗ്രീൻ ഹൗസ് ക്ലീനിങ്. അതിനെക്കുറിച്ചുണ്ട് പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്നാണ്. പച്ച വീട്ടിൽ പ്രശ്നേഷ്, നമ്മൾ പച്ച വീട് അല്ലെങ്കിൽ പച്ച വീട്ടിൽ നോക്കിയിട്ടുണ്ട്, പച്ച വീട്ടിൽ പ്രശ്നേഷ്. അതെന്താ സംഭവം എന്ന് നോക്കാൻ വേണ്ടി വേറൊരു വീഡിയോ ഇവിടെ കാണേണ്ട വരും. വേറൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാവേ. ഫ്രണ്ട് ഫുൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തിനാ പുള്ളിക്കാരൻ ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ വീഡിയോ എടുത്തേക്ക്, നമുക്ക് കണ്ടു നോക്കാൻ വേണ്ടി ഇത്രയും കിടക്കുന്ന വണ്ടികളുടെ നമ്പർ പ്ലേറ്റും കൂടെ എടുത്ത് വെച്ചേക്കാം. കാരണം നമ്മള് ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവര് ഫ്രണ്ടോ ബാക്കോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊന്നും ഇല്ലാത്ത സമയത്ത് തട്ട് കിട്ടിയ തെളിവ് വേണം. അപ്പോൾ പാർക്കിങ് ചിലയിടത്ത് CCTV ഉണ്ട്, അപ്പോൾ CCTV ഇല്ലാത്തടത്ത് ഒരു പ്രിക്കോഷൻ ആയിരിക്കും അത് കേട്ടോ. ഓക്കെ, അപ്പോൾ കുറ്റം പറയാൻ പറ്റും. കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു തെളിവ് വേണം ആരാണ് ഇപ്പറ കിടന്നതെന്നുള്ളതും ബിഫോർ കണ്ടീഷൻ, നമ്മുടെ വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടപ്പോൾ ഉള്ള ആ ഒരു കണ്ടീഷനും ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളതും. ഇതിപ്പോൾ നമ്മളുള്ളത് ഫോറമാളിലാണ്. ഫോറമാളെന്നല്ല, ഫോറമാളിലപ്പോൾ അവിടെ പാർക്കിങ് CCTV കാണത്തില്ല, അപ്പോൾ അതിന് വേണ്ടി ചെയ്തതായിരിക്കും. തട്ടോ ഇടുവോ കിട്ടുവാണെങ്കിൽ അതിപ്പോൾ അടുത്ത് നമ്പർ പ്ലേറ്റ് ഇട്ടിട്ടുണ്ടോ, അവരോട് ചോദിക്കാൻ. ഇപ്പം ഇൻ കേസ് അപ്പോൾ അവർ പോയിട്ട് വേറെ ആൾക്കാരവിടെ പാർക്ക് ചെയ്തിട്ട് അവർ തട്ടിയിട്ട് പോവാണെങ്കിൽ ഈ കാര്യം ആരോട് ചോദിക്കും? നോക്കാം. കൊണ്ട് വണ്ടി ഇട്ടാലും നമ്മൾ ഇതുപോലെ നമ്മുടെ വണ്ടിയുടെ ബിഫോർ ആഫ്റ്റർ വിഷ്വൽസ് എടുത്ത് വെക്കുന്നതാണ്. കാരണം നമ്മളിപ്പം മാറുമ്പോഴത്തേക്കും
നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റി ഇവരുടെ ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് പറയാൻ പറ്റണമല്ലോ. അതിന് തെളിവ് എന്തായാലും അത്യാവശ്യമാണ്. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇവിടെ തൊട്ടടുത്ത് അങ്ങനെ CCTV ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ മൈനർ സ്ക്രാച്ചസ് വന്നാലും നമുക്ക് പറയാൻ പറ്റണം എൻ്റെ വണ്ടി ഇവിടെ കൊണ്ടിട്ടപ്പം ഫുൾ സെറ്റായിരുന്നു, ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നുള്ളത് പറയാൻ പറ്റണം. അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇപ്പം CCTVയും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇതൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ സ്ക്രാച്ചസ് എന്തെങ്കിലും വന്നാൽ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നമ്മുടെ വണ്ടി സേവ് ചെയ്യാന്നുള്ളത്. അപ്പം ബാക്കിയുള്ളവരെ കുറ്റം പറയാമല്ലോ. ഇപ്പം ഇൻ കേസ് 2 പേര് നമ്മൾ ആദ്യം വീഡിയോ എടുത്തപ്പോൾ 2 നമ്പർ പ്ലേറ്റിൽ വണ്ടി വന്ന് കിടക്കുമെന്ന് വിചാരിക്കും. അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വണ്ടി അവർ പാർക്കിംഗ് ചെയ്യുന്ന സിനിമ അല്ലെങ്കിൽ മാളി വന്നിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് വേറെ 2 പേരെ സൈഡിൽ വന്നിട്ട് അവർ വന്ന് സ്ക്രാച്ച് ചെയ്താലും ചിലപ്പോൾ ആദ്യം വെച്ചവർക്ക് മണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കാം. എന്തൊക്കെയല്ലേ, എന്തൊക്കെ നല്ല കാര്യം ചെയ്യുന്ന ആൾക്കാർ വെറുതെ പ്രശ്നേഷ്, കൊണയടി, പിന്നെന്താ പറയുന്നത് ഗ്രീൻ ഹൗസ്, പച്ച വീട്ടിൽ പ്രശ്നേഷ്, ഇങ്ങനെയൊക്കെ പറയുന്ന മോശമല്ല. എന്ത് ചെയ്താലും പുള്ളിക്കാരൻ പ്രശ്നക്കാരനാണ് എന്നാണ് ആൾക്കാർ പൊതുവെ കമൻറ്റ് ചെയ്യാറ്. അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ നമുക്ക് നോക്കാം. ഈയൊരു ഇൻ്റർവ്യൂ ഉണ്ടായത്, അപ്പോൾ അതിലെ കുറച്ച് സീനൊന്നും ഉണ്ട് നോക്കാം. ഇതിലെന്താ ഇപ്പോൾ പ്രശ്നം? സാനിറ്റൈസറോ? പോക്കറ്റിൽ നിന്ന് സാനിറ്റൈസർ അടിച്ചിട്ട് ഇന്റർവ്യൂവർ കൈ തൊട്ടപ്പോൾ പോക്കറ്റിൽ നിന്ന് സാനിറ്റൈസർ അടിച്ചിട്ട് കൈ കഴുകി. അപ്പോൾ ഇന്റർവ്യൂവർ പറയുന്നുണ്ട് എനിക്ക് കൊറോണയൊന്നുമില്ല. ഇപ്പൊ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് ആൾക്ക് എന്തോ കുഴപ്പമുണ്ടോ നമുക്ക് തോന്നുന്നതായിരിക്കും കേട്ടോ. സത്യം കേട്ടോ, നമ്മളിപ്പോൾ ഒരാളുടെ കൈ കൊടുത്തിട്ട് ആളിങ്ങനെ നമുക്ക് വൃത്തിയല്ല സൂചിപ്പിക്കുന്ന അവർ പ്രിക്കോഷനൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ പെട്ടെന്ന് സാനിറ്റൈസറൊക്കെ അടിച്ച് കഴിയുമ്പം ചിലപ്പോൾ ചിലർക്ക് ഫീൽ അടിക്കും, ചിലപ്പോൾ ഇമോഷണലി ചിലർക്ക് വീക്കായിട്ടുള്ളവർ ചിലപ്പോൾ കരയും, ചിലപ്പോൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ വരാം. ഇവരെന്തോ കാണിക്കുന്നല്ലേ. ഭാഗമായിട്ട് ഇപ്പൊ ചിത്രയെ അടിച്ചോളൂ, വിഷയമില്ല, അപ്പൊ പ്രശ്നം തീർന്നു. ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സാനിറ്റൈസർ. കാരണം പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ സാനിറ്റൈസ് ചെയ്യാണ്. ഓക്കെ, കുഴപ്പമില്ല, നല്ല കാര്യമാണ്. അത് വിളിച്ച് പ്രശ്നേഷിന് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതുകൊണ്ട് ഹാങ്കർ ഒരു എന്താ പറയുക സാനിറ്റൈസർ എടുത്ത് അത് കൊള്ളാൻ കേട്ടോ. അത് നൈസായിട്ടൊരു ടഗ് സാധനമാണ്. ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രം. കിട്ടിയില്ല, ചോദിച്ച് മേടിച്ചത്. എൻ്റെ മോനെ ചോദിച്ച് മേടിച്ചതാണല്ലോ കുട്ടാ. ഇതടുത്ത് എന്ത് വന്നാടേ? പോട്ടെ, ആശുപത്രി പോവാണ്, ചെറിയ ജലദോഷമുണ്ട്. അപ്പൊ എന്തായാലും ആർക്കും ഞാനായിട്ട് ജലദോഷമൊന്നും പരത്താതിരിക്കാനായിട്ട് ഒന്ന് സാനിറ്റൈസ് ചെയ്തേക്കാം. പണ്ട് കൊറോണയുടെ ഒക്കെ സമയത്ത് ആശുപത്രി പോവാ, ജലദോഷം ഉള്ളതുകൊണ്ട് ATM നിന്ന് കുറച്ച് പൈസ എടുക്കാൻ പോകണം. സാനിറ്റൈസർ ഇല്ലാത്ത ഒരു ATM കൗണ്ടറിൽ കയറാത്ത നമ്മളാണ്. അത് നല്ലൊരു കാര്യം കേട്ടോ. പുള്ളിക്ക് ജലദോഷം ഉണ്ട്, ആശുപത്രി പോകാൻ വേണ്ടി പൈസ എടുക്കാൻ വന്നോണ്ട് ATM കയറിയിട്ട് സാനിറ്റൈസ് ചെയ്തിട്ട് പോകാൻ നല്ലൊരു കാര്യം കേട്ടോ, നല്ലൊരു കാര്യം. സാനിറ്റൈസ് ചെയ്യുന്ന വലിയൊരു കുറ്റമൊക്കെ ആയിട്ട് ഒരു പ്രശ്നമൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഞാൻ സാനിറ്റൈസർ പുള്ളിക്കാരൻ ഈ കൊറോണയുടെ സമയത്തല്ലേ കണ്ടത്, അതോ ഇനി പുള്ളിക്കാരൻ നേരത്തെ സാനിറ്റൈസർ കണ്ടിട്ടുണ്ടോ? അതാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്. എന്തായാലും നോക്കാം. ഇപ്പം ജലദോഷം തുടച്ച് പിടിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ഞാനാണ്. പക്ഷെ പാവങ്ങൾ അറിയാൻ പോകണില്ല എവിടുന്ന് കിട്ടിയെന്നുള്ളത്. നമുക്ക് ഇവിടെ ഒന്നും പ്രശ്നമൊന്നും കാണുന്നില്ല, ചുറ്റുമൊന്നും അങ്ങനെ നമ്മുടെ നമ്പർ അടിക്കുന്ന സ്ഥലത്തോട്ട് ക്യാമറ കാണില്ല. പുള്ളി ജലദോഷം വളർത്തി അതിന്റെ ഉത്തരവാദി പുള്ളി തന്നെ. അപ്പൊ പാവങ്ങൾ അറിയാൻ പോകുന്നില്ലല്ലോ. പക്ഷേ ഞാൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് വന്നേ, കൈ ഇങ്ങനെ പൊത്തി പിടിക്കും കണ്ടാ, ഇങ്ങനെ പൊത്തി പിടിച്ച് നമ്മൾ അടിക്കുള്ളൂ. ഇനി മാറ്റി പിടിച്ചോ, ആരും കാണണ്ട നമ്പർ. ക്യാഷാ നമ്പർ കാണാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻ. കൈ പൊത്തി പിടിച്ചിട്ട് നമ്പർ അടിക്കുന്ന എൻ്റെ അണ്ണ. 1 2 3 4 കാണുന്നിരിക്കാണോ പ്രശ്നം? 10 5 20. ഓക്കെ, 2000 രൂപ കിട്ടിയിട്ടുണ്ട്. പൈസ നമ്മുടെ കിട്ടി പോയിച്ചു കേട്ടാ. ഇപ്പൊ നമുക്ക് തിരിച്ച് അതൊന്നും സാനിറ്റൈസ് ചെയ്യാൻ ഞാൻ സാനിറ്റൈസ് ചെയ്തിട്ടാണല്ലോ തൊട്ടത്. ഇനിയിപ്പോ അതിനോല സാനിറ്റൈസർ കൊറോണ സമയത്തല്ലേ പുള്ളി കാണാൻ തുടങ്ങി. അതിന് മുന്നേ ഇപ്പൊ പുള്ളി എന്തോ ചെയ്തോണ്ടിരുന്നത്, പെട്രോളോ മണ്ണാണോ ചോദിച്ചാണോ അറിയില്ല, പുള്ളിയുടെ കാര്യമല്ലേ. ഇപ്പൊ കണ്ടിട്ട് ഇത് ഫുള്ള് കോമഡിയാണല്ലോ. പ്രശ്നേഷ് കുമാർ ഇപ്പൊ ട്രെൻഡ് ആയിട്ടുണ്ട് കേട്ടോ ആൾക്കാരുടെ ഇടയിൽ. ആദ്യം ഞാൻ വിചാരിച്ചു ഇയാൾക്ക് എന്തിനാ പേര് വന്നത്. ഇപ്പൊ വീഡിയോ കണ്ടപ്പോ ചെറുതായിട്ട് കാര്യങ്ങൾ കത്തി തുടങ്ങി.
എന്നാലും ഇത് ഇച്ചിരി ഓവറാണോ, ഇത് നെഗറ്റിവിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്ന് നോക്കാം. ശരിക്കും പേര് രോഹിത് എലനോസ്പാട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇങ്ങനെ ആളെ ഊക്കിക്കൊണ്ട്. അപ്പോൾ പുള്ളി അതിന് റിയാക്ട് ചെയ്തായിരുന്നു. നമ്മൾ വിചാരിച്ച് പുള്ളി ഒരു നല്ല സാമൂഹിക സേവനം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ പുള്ളിനെ നോക്കുന്നത്? പുള്ളി സാനിറ്റൈസർ മുക്കിയിട്ടാണോ പുള്ളി ഇന്ന് കുറേ പേര് കമൻറ്റ് അടിച്ചിട്ടുണ്ടോ, കുറേ വെറൈറ്റി കമൻറ്റ്. സാനിറ്റൈസർ മുക്കിയാണോ എന്ന് ഉണ്ടായത്? ഒരു ദിവസം തട്ടിമുട്ടി ജീവിക്കാൻ 7 ലിറ്റർ സാനിറ്റൈസർ വേണം. ആരൊക്കെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളി വെള്ളത്തിൽ സാനിറ്റൈസ് ചെയ്താണോ ഉപയോഗിക്കുന്നത് ആരോ കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഇട്ട വീഡിയോ ആണ്. ഡ്രിങ്കിങ് വാട്ടർ ആണ് ഇത്, എൻ്റെ സാനിറ്റൈസർ ആണ്. നമ്മൾ വെള്ളവും സാനിറ്റൈസ് ചെയ്തേ കുടിക്കുള്ളൂ എന്ന് ചോദിച്ച് വെള്ളത്തിനകത്തല്ല, വെള്ളത്തിൻ്റെ കുപ്പിയുടെ പുറം ഒന്ന് സാനിറ്റൈസ് ചെയ്യാറുണ്ട്, പ്രത്യേകിച്ചും പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും. കാരണം ഇത് ട്രാൻസിറ്റിൽ, അതായത് ഓക്കെ ഒരു വെള്ളക്കുപ്പി എടുത്തിട്ട് അത് സാനിറ്റൈസ് ചെയ്തിട്ട് കുടിക്കണം. അതെല്ലാവരും ചെയ്യണം കേട്ടോ. വൃത്തിയും വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ. ഞാനിപ്പോൾ ആലോചിക്കുക, ഇയാൾ ഈ പ്രശ്നേഷ് രോഹിത്തിനെ ഒരു ട്രെയിൻ കയറ്റി ജനറലി ടിക്കറ്റ് എടുത്തിട്ട് പുള്ളിയുടെ ഡൽഹിയിലോട്ടൊക്കെ അയക്കുകയാണെങ്കിൽ പുള്ളി ട്രെയിൻ മുഴുവൻ സാനിറ്റൈസ് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ ചില കാര്യങ്ങളോ അമൃതും ഇപ്പോൾ ഓവറായ വിഷമെന്നല്ലേ പറയുന്നത്. ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ പൊടിയിൽ ഏതൊക്കെ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമ്മളത് നോക്കാറുണ്ട്. ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ഇന്നലെ വന്നത്. ഷൂട്ടെല്ലാം ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആങ്കർ എൻ്റെ ചോദിച്ചൊരു ചോദ്യമാണ്, രോഹിത് ഇതുപോലൊരു ഹോട്ടൽ റൂമിൽ വരുമ്പോഴത്തേക്കും ഇതുപോലൊരു ടേബിളെല്ലാം കാണുമ്പോൾ അതിനെയൊക്കെ ഫുള്ളായി സാനിറ്റൈസ് ചെയ്തിട്ട് മാത്രം നല്ല എക്സ്ട്രാ നമുക്ക് തോന്നും. കാരണം ഒരു ടേബിളിലൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് വീണ്ടും ഫോം വെക്കും. അപ്പോൾ ഈ സാനിറ്റൈസർ ശരിക്കും കോവിഡിൻ്റെ സമയത്തല്ലേ ഇപ്പോൾ കണ്ടുപിടി. അതിന് മുന്നേ എങ്ങനെയാണ് സാനിറ്റൈസ് ചെയ്യുന്നത്? നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അത്രത്തോളം എക്സ്ട്രാ പ്രിക്കോഷൻ എടുക്കുന്ന കുറച്ച് എക്സ്ട്രാ അല്ലായിരുന്നു, കുറച്ചല്ല കേട്ടോ, അത്യാവശ്യം നല്ല എക്സ്ട്രാ ആണ്. എൻ്റെ ഒരു എക്സ്റ്റെൻഡിൽ ആ ഒരു എക്സ്ട്രയിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇടപഴകാൻ പറ്റൂ. നമുക്ക് ഇടപഴകണമെങ്കിൽ സാനിറ്റൈസ് ചെയ്യണം. അടുത്ത വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. പുള്ളി താമസിക്കുന്ന വീടിന്റെ പരിസരം തോന്നുന്നു കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ പുള്ളിയുടെ എനിക്ക് തോന്നുന്നത് പുള്ളി വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം തോന്നുന്നു കേട്ടോ. ഉടമസ്ഥരുടെ സംഭവങ്ങളാണ് ഇതെല്ലാം എടുത്ത് കാട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ പുള്ളി നഷ്ടപരിഹാരം എടുക്കും, അതുകൊണ്ട് അത് ക്ലീൻ ആക്കണ്ടെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. പണിവിടും. തിരിച്ച് പൈസ വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുത്ത പൈസ നിന്ന് നഷ്ടപരിഹാരം എടുത്തിട്ടേ ബാക്കി പൈസ കിട്ടുള്ളൂ. നമുക്ക് ഈ ഒരു മാസത്തിനുള്ളിൽ ഇവിടുന്ന് ഒഴിഞ്ഞു കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ന് മാറണോ നാളെ മാറണോ എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇതെല്ലാം എത്ര ഡീപ് ക്ലീൻ ആക്കി ഇടാനാണ് നമുക്ക്. ശരിയായിട്ട് ആ വീട് റെനോവേറ്റ് കൊടുക്കണോ എന്നുള്ള രീതിയിലാണ് പുള്ളി ചോദിക്കുന്നത്. കാരണം അത് ആ വീട് ഇപ്പൊ ഇവര് പെർമനൻ്റായിട്ട് താമസിക്കുമല്ലോ, ചുമ്മാ താമസിക്കില്ല. അപ്പം ചുറ്റുമുള്ള കാര്യങ്ങൾ റെഡിയാക്കുവാണെങ്കിൽ അതിപ്പോൾ പുതുതായിട്ട് അവർ വീട്ടിലോട്ട് വരുമ്പോൾ അവർക്കൊരു ഉപകാരമല്ലേ. അത് ശരിയല്ലെന്ന് പുള്ളി പറയുന്നത്. ബാക്കിയുള്ള സ്ഥലം അപ്പോൾ ഒരു കമൻറ്റ് ചെയ്യാൻ കേട്ടോ, എന്നപ്പോൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 1 മാസം വീട് വൃത്തികേടായി കിടക്കുന്നതിന് നിനക്ക് കുഴപ്പമില്ലല്ലേ? ഒരു നൈറ്റ് നീ റൂം എടുക്കുമ്പോൾ എന്ത് കൊടയടിയാണ് നീ, ഒരു ബപ്പത്തെറ്റ് ആരോ ഇട്ടൊക്കെ അവരെ വേറണം. പുള്ളി ബീച്ചൊക്കെ നന്നാക്കാൻ പോലും ഒരുത്ത കമന്റ് ഇട്ട. ബീച്ചൊക്കെ ഇന്നയാളുടെ പേരിലാണോ? ഞാൻ ആ കമന്റ് കാണിക്കും. എൻ്റെ പോലെ ഏറിക്കറ്റോ നമ്മുടെ കാര്യം നോക്കണ്ടേ. ഇവിടുന്ന് അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ സാധനങ്ങൾ മാറണമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് നമുക്ക് അവർ നാളെ വരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എക്സ്ട്രാ ആയിട്ട് വീട് റെനോവേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? ഇത് എൻ്റെയാണ് കേട്ടോ, ഇത് ഉടമസ്ഥരുടെ ഒന്നുമല്ല. ഇത് ഞാൻ പോകുമ്പോൾ എടുത്തോണ്ട് പോകും. പുള്ളിയുടെ പറമ്പല്ലാതെ പുള്ളി ഫ്രീ ആയിട്ട് ഡീപ് ക്ലീൻ ചെയ്യത്തില്ല കേട്ടോ. പുള്ളി അല്ലാതെ പുള്ളി ചെയ്യണമെങ്കിൽ ഒരു റൂളുണ്ട്. ആ റൂൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ബീച്ചായിരിക്കണം, അല്ലാതെ പറമ്പും കാര്യങ്ങളും പുള്ളിയുടെ സ്വന്തം അല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി ബീച്ച് കരാറിപ്പെട്ട് മേടിച്ചായിരിക്കും. പക്ഷെ ബീച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിട്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഇത്രയും പ്രശ്നേഷാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ഇനി ഇതൊന്നും അല്ല കേട്ടോ വീഡിയോ, ഇതിൻ്റെ ബാക്കി ഇത് ചെറിയൊരു തുടക്കം മാത്രം. ഇതിൻ്റെ അടിപൊളി പുള്ളിയുടെ വേറെ കുറേ വീഡിയോസ് ഉണ്ട്, തിയേറ്ററിൽ പോയിട്ട് 3D ക്ലാസ് വെക്കുന്നതും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി, പ്രശ്നേഷൻ ആളിനെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി. രോഹിത് ഇപ്പോൾ കുറേ പേര് ട്രെൻഡിങ് ആണല്ലോ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അറിയാൻ വേണ്ടി ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 വീഡിയോ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും ഒന്ന് റിയാക്ട് ചെയ്യാം നമുക്ക്. ഇത് ജസ്റ്റ് ഒന്ന് റിയാക്ഷൻ പോലെ ഇവിടെ വെറുതെ ഒന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പാർട്ട് 2 വീഡിയോ അതിനകത്ത് കുറേ ഫൺ എലമെൻറ്റ്സ് ആണ്. കാരണം ഞാൻ ആ വീഡിയോ കുറേ കണ്ടായിരുന്നു. അപ്പോൾ കുറേ ഫൺ എലമെൻറ്റ്സ് കിട്ടും. അത് ഒരാളെ കളിയാക്കുകയോ വ്യക്തിഹത്യൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം
സാനിറ്റൈസർ ഇല്ല, അതുകൊണ്ട് സാനിറ്റൈസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അപ്പം അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. പച്ച വീട് പ്രശ്നേഷ്, സോറി.